ലാലേട്ടൻ എന്താണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പം അമ്മയിൽ വന്ന കഴിഞ്ഞ ഒരു വർഷം കൊണ്ടാണ് ലാലേട്ടനെ. ഹലോ, ഞാൻ സുരേഷാ. ഞാൻ പറഞ്ഞു, ഞാൻ സുരേഷ് ഗോപിയാടാ. നിൻ്റെ കല്യാണമാണോ നാളെ? ഞാൻ പറഞ്ഞു അതെ. നീ എന്താ എന്നെ വിളിക്കാൻ? ഞാനാകട്ടെ. ഞാൻ പറഞ്ഞു ചേട്ടാ എന്താ അങ്ങനെ വിളിച്ചിട്ട് മമ്മൂക്ക പറഞ്ഞിട്ടാണ് എന്നെ കാര്യം. അത് മണിക്ക് വെച്ചിരുന്ന വേഷമാണ്. പോലെ അത് അന്നേ നമ്മൾ സിനിമയിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അത് വലിയ സിനിമകളുടെ ഭാഗമാകാൻ പറ്റാതിരുന്നതിൻ്റെ ഒരു കുറവ് ഞാൻ തന്നെ ആയിരിക്കുമെന്നില്ല. പക്ഷേ ആ സിനിമയുടെ ഒരു അവസ്ഥ പോലെ തന്നെ അതിൻ്റെ ഷൂട്ടിംഗ് ഫുള്ള് പാക്കപ്പായി. I know how far and how deep you have penetrated. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിയാൽ അച്ഛൻ ഹെഡ് മാസ്റ്ററാണ്, അമ്മ ടീച്ചറാണ്, സഹോദരി ടീച്ചറാണ്. പക്ഷേ ജയൻ എടുത്ത പ്രൊഫഷൻ ഒരിക്കലും അങ്ങനെ ഒരു പ്രൊഫഷനേ ആയിരുന്നില്ല. എന്തുകൊണ്ടാണ് അഭിനയം മതി എന്നൊരു തോന്നൽ വന്നത്? പിന്നെ നമ്മൾ കുഞ്ഞുനാളി മുതൽ അമ്മ എന്നെ കൊണ്ട് ഫാൻസി ഡ്രസ്സിനും ലൈറ്റ് മ്യൂസിക്കിനും ഹിന്ദി റെസിറ്റേഷനും ഈ 3 വിഷയമാണ് നമ്മൾ കംപ്ലീറ്റ്. അമ്മ നന്നായിട്ട് പാടും, അച്ഛനും പാടുമായിരുന്നു. കുറച്ച് എനിക്കും ചേച്ചിക്കും കിട്ടിയിട്ടുണ്ട് വാസന. അപ്പം അത് LKG to 10th ഈ 12 വർഷവും 36 സർട്ടിഫിക്കറ്റ് എൻ്റെ വീട്ടിൽ. അപ്പോൾ അന്ന് തൊട്ടേ നമുക്ക് ഈ കലാപരമായിട്ട് നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ ഈ സിനിമ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഓട്ടോഗ്രാഫ് കിട്ടുന്നത് കാർത്തിക മാഡത്തിൻ്റെയാണ്. സിനിമ നടി കാർത്തിക. ഞാൻ വലിയ ഫാനായി, ഈ ലാലേട്ടൻ്റെ വലിയ ഫാനായിരുന്നു കൊച്ചിൽ. അപ്പോൾ ഞാൻ തോളൊക്കെ ചരിഞ്ഞ് നടക്കുന്നൊരു ലാലേട്ടൻ എന്താ മോനെ എന്നൊക്കെ അറിയാതെ ഞാനും ഒക്കെ ആരാധന മൂത്തിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം കാർത്തിക മാഡം അന്ന് ഫാസിൽ സാറിൻ്റെ ഒരു സിനിമ ആലപ്പുഴ ഷൂട്ടിംഗ് നടക്കുക. എനിക്ക് തോന്നുന്നു ഞാൻ 9-ലോ 10-ലാണ്. പൂവിഴി വാസൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ മലയാളവും പൂവിന് പുതിയ പൂന്തന്നലിൻ്റെ തമിഴ് വെർഷനിൽ കാർത്തിക മാഡമാണ് അഭിനയിച്ചിരിക്കുന്നത്. സത്യരാജ് സാറാണ് നായകൻ. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഈ സത്യത്തിൽ ക്യാമറയ്ക്ക് പോലും ആദ്യം നിൽക്കുന്ന അന്ന് കേട്ടോ, ഈ പാട്ടിനിടയിൽ ഇങ്ങനെ ഈ റിബണൊക്കെ വെച്ചിട്ടിങ്ങനെ. അപ്പോൾ അതിന് ഞങ്ങൾ കുറേ പേര് ഞങ്ങളിങ്ങനെ നിന്നു. അപ്പോൾ അന്ന് എനിക്ക് ഞാൻ ഇങ്ങനെ തടിയാപിള്ളയാണ്, ഇങ്ങനെ ബ്ലുബിളാന്ന് കവളൊക്കെ ചാടി. അപ്പോൾ കാർത്തികയുടെ അടുത്ത് ചെയ്തപ്പോൾ കാർത്തിക എനിക്ക് എഴുതി തന്നു. കാർത്തിക മാഡം കീപ് സ്മൈലിങ് ഓൾവേസ്, ഇന്ന് കീപ് സ്മൈലിങ് ഓൾവേസ് എന്ന് പറഞ്ഞിട്ട് കാർത്തിക എഴുതി തന്നു. ഞാനത് ഇന്നും എനിക്ക് ഒരു മോണുമെൻ്റായിട്ട് ഞാൻ വീട്ടിൽ. പക്ഷേ അവരൊക്കെയാണോ പിന്നീട് സിനിമ ഇഷ്ടപ്പെടാൻ കാരണം എന്നെനിക്ക് ലാലേട്ടൻ ഒരു വലിയ ഫാക്ടറാണ്. ലാലേട്ടൻ്റെ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട്. കാരണം എൻ്റെ തിരുവനന്തപുരത്ത് അമ്മാവൻ്റെ വീട്ടിൽ പോകുമ്പം അമ്മാവൻ്റെ ഒരു അമ്മായിയുടെ ഒരു അകന്ന റിലേറ്റീവാണ് ഈ മേനക സുരേഷ് ഏട്ടൻ. അപ്പോൾ ഞങ്ങളവിടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. ചിലപ്പം ചില കല്യാണമോ മരണങ്ങൾക്കൊക്കെ വെള്ളയമ്പലത്തിൽ നിന്ന് അമ്മായിയുടെ കൂടെ ഞാൻ. അപ്പം അങ്ങനെ അമ്മായിയെ നോക്കാൻ വരുന്ന ഒരു നേഴ്സ് ആൻറ്റി ഉണ്ട്, വിജയകുമാരി ആൻറ്റി. വിജയകുമാരി ആൻറ്റിയും ലാലേട്ടൻ്റെ അമ്മയും ഭയങ്കര ബന്ധമാണ്. അപ്പം ഞാൻ ഈ PG ചെയ്യുന്ന സമയത്ത് ട്രിവാൻഡ്രത്തുള്ളപ്പോൾ എന്നെയും കൊണ്ട് ലാലേട്ടൻ്റെ വീട്ടിൽ വൈകിട്ട് അമ്മായിക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട് ക്യാൻസറിൻ്റെ. അപ്പം ഡെയിലി വന്ന് ഇഞ്ചക്ഷൻ എടുക്കുക, അങ്ങനെ കുറച്ച് പരിപാടി. അപ്പോൾ ഈ ആൻറ്റിയെ വിളിക്കാൻ ഞാനാണ് പോകുന്നത്. പോയി ആൻറ്റിയെ വിളിച്ചുകൊണ്ടിരും. അമ്മായിക്കുള്ള ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ജയാ നമുക്കിന്ന് ലാലുവിൻ്റെ വീട്ടിൽ പോകാം. ഞാൻ ലാലേട്ടൻ്റെ വീട്ടിൽ പോയി. അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്, പൂജപ്പുരയുള്ള മോൾഡീസിൻ്റെ മുകളിലുള്ള വീട്ടിൽ. അപ്പോൾ ഞാൻ ചെന്നിരുന്ന് അവരുടെ അമ്മ ഒരു കാപ്പിയൊക്കെ തന്ന് ഞാനതൊക്കെ കുടിച്ചു. ഞാൻ ഈ ഫോട്ടോസൊക്കെ കാണുന്നത് നമുക്ക് മനസ്സിൽ ഈ ഒന്നാമത് ഞാൻ അന്ന് വലിയ ഹാർഡ് കോറ് ലാലേട്ടൻ ഫാനാണ്. ഈ ചെറുപ്പക്കാർക്കെല്ലാം അന്ന് ഈ ലാലേട്ടനാണല്ലോ. അപ്പം ഇതും കൂടെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എങ്ങനെ നടനായി പറ്റും നമുക്ക്. പിന്നെ നമ്മൾ കാണാത്ത സിനിമകളില്ല. ഇപ്പോഴാണ് സിനിമ കാണൽ അറിയാതെ കുറഞ്ഞു പോയത്. പക്ഷേ അന്നെന്ന് വെച്ചാൽ കാണാത്ത സിനിമകളില്ല, നമ്മളത് മുഴുവൻ ചെന്ന് കാണും. പിന്നെ അങ്ങനെ ഇവരൊക്കെ അങ്ങനെ വന്ന് സിനിമയോട് ഭയങ്കര ഇഷ്ടമായി. PG കഴിഞ്ഞു. അപ്പം അമ്മയ്ക്കും താല്പര്യം ഞാൻ വല്ല ജോലിക്ക്. അപ്പോൾ എനിക്ക് റിലയൻസിലും ഗോദ്രേജിലും ഒക്കെ ജോലി. അന്ന് റിലയൻസിലും ഗോദ്രേജിലും ഒക്കെ ജോലി കിട്ടുക എന്ന് വെച്ചാൽ ഒരാൾക്കൊക്കെയാണ് കേരളത്തിൽ കിട്ടുന്നത്. അന്ന് എന്തോ ദൈവാധീനത്തിന് ജോലിക്ക് കയറിയതാണ്. അപ്പം പക്ഷേ എനിക്ക് തോന്നി അതിലും എനിക്ക് കാരണം എനിക്ക് വീട്, എനിക്ക് വണ്ടി എല്ലാം തന്ന് ഞാൻ മാനേജ്മെൻറ്റ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നിടത്തുനിന്നാണ് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഞാൻ ഇറങ്ങി 50 രൂപ കിട്ടുന്ന രീതിയിൽ പോയി അഭിനയിക്കുന്നതും.
ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആകുന്നതും അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആകുന്നതും സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് സീരിയലിൽ വർക്ക് ചെയ്യുന്നതും അത് കഴിഞ്ഞ് അസോസിയേറ്റ് ഡയറക്ടർ ആകുന്നതും പിന്നെ അങ്ങോട്ട് അഭിനയമല്ല കുറേ കാലത്തെ ഹാർഡ്ഷിപ്സ് ആയിരുന്നു. Our unique blend of authentic healing therapies offers a transformative journey. Rejuvenate your body, calm your mind, and immerse in pure wellness. അത് എനിക്ക് തോന്നുന്നു ആർദ്രമാണ് ആ സിനിമ. ആർദ്രമാണ് സത്യത്തിൽ ക്യാമറയ്ക്ക് മുമ്പിൽ ആദ്യമായിട്ട് നിൽക്കുന്നത്. സുരേഷ് ഉണ്ണിത്താ സാറിൻ്റെയാണ്. ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു അതിനകത്ത്, ഉർവശിയുടെ 3 സഹോദരന്മാരിൽ ഇരയാണ്. അപ്പം ഞാനൊന്ന് ലാലേട്ടൻ ഫാനാണ്. അപ്പം സത്യം വിവരക്കേടാണ് കേട്ടോ എൻ്റെ ഇത്. ലാലേട്ടൻ ഫാനായതല്ല, ആ സിനിമയിൽ പറ്റിയ വിവരക്കേടായി പറയുന്നത്. ഞങ്ങൾ 3 പേര് രാത്രി ബോട്ടിൽ വന്ന് ഇതുപോലെ കായൽ പള്ളാത്തുരുത്തിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ബോട്ടിങ്ങനെ വന്ന് കടയിൽ ഇറങ്ങിയിട്ട് ഞങ്ങളിങ്ങനെ വന്നിട്ട് വിജയരാഘവൻ ചേട്ടൻ അപ്പുറത്ത് വരും. വന്നിട്ട് ചോദിക്കും അവളെവിടെ ചോദിക്കും. അവൾ ഇന്നയാളുടെ മുരളിച്ചേട്ടൻ്റെ വീട്ടിലുണ്ട്, നിങ്ങൾ വന്ന് പിടിച്ചോണ്ട് പോകാൻ. അപ്പം ഞാൻ പറയുമ്പോഴേ ചിരി വരും. ഞാൻ ലാലേട്ടൻ്റെ ഫാനായിട്ട് ഞാൻ എത്ര വേണേലും തരാം, പെണ്ണിനെ തിരിച്ച് കിട്ടിയാൽ മതി. സുരേഷ് ഉണ്ണിത്താത്ര ഡയലോഗ് വെട്ടി കുറച്ച് ദൂരെ കളഞ്ഞു. ഇന്നിപ്പോൾ ഞാനും സുരേഷ് ഉണ്ണിത്താത്ര ഭയങ്കര കമ്പനിയാണ്. പക്ഷേ ഒരു സീനിന് യോജിക്കാത്ത ആ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാതെ ഞാൻ ആരാധന മൂത്ത് ഞാൻ ഡയലോഗ് അങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തത്. ഇന്നും ഞാൻ ആലോചിക്കും, ഞാനായിരുന്നു ഡയറക്ടറും കിട മേലെ ഇനി നിന്നെ ക്യാമറയ്ക്ക് മുമ്പ് കണ്ടുപോരുമെന്ന് ഞാൻ പറഞ്ഞ് ഓടിച്ചു വിട്ടേനെ. കാരണം അദ്ദേഹം ആ സ്നേഹം, ഉണ്ണിത്താ സാർ അത് എന്നെ അന്നേരം ഒന്നും പറഞ്ഞില്ല, എഡിറ്റിങ്ങിൽ കളഞ്ഞതേ ഉള്ളൂ. പിന്നെ പോയി അതിനകത്ത് കാണാം എൻ്റെ ഈ പിക്കാസ് കൊണ്ട് അടിക്കാൻ വരുമ്പോൾ അതിൻ്റെ അടിയിൽ കൂടെയൊക്കെ ഓടിപ്പോകുന്നു. 50 രൂപയാണോ ആദ്യത്തെ ശമ്പളം? അതിനകത്ത് 5 പൈസ കിട്ടിയില്ല. അടുത്ത ആയിരപ്പറയിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചപ്പോൾ 50 രൂപ കിട്ടി. അതാണ് വണ്ടിക്കൂലി. അതെ ആദ്യത്തെ അല്ല, ആ സമയത്ത് തന്നെ വക്കീൽ വാസ്തവ എന്നൊരു സിനിമ ചേർത്തല നടക്കുന്നത്. അതിൽ ഞാൻ ഒരു സീൻ ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റ് കൈ ഒടിഞ്ഞു വക്കീലിൻ്റെ തിരക്ക് കാണിക്കാൻ ഒരു ആളായിട്ട് പോയി. പിന്നെ ഗീതാ വിജയനാണ് വക്കീലിൻ്റെ സ്റ്റാഫായിട്ട്, വക്കീലായിട്ട് ജഗദീഷ് ചേട്ടനാണ്. അപ്പം ജഗദീഷ് ചേട്ടൻ നായകനായി നിൽക്കുന്ന സമയം അപ്പം ഞാൻ ഗീതാ വിജയൻ ഇങ്ങനെ നിൽപ്പുണ്ട്. ഞാനിങ്ങനെ ഉടുപ്പൊക്കെ ഒരു പച്ച ഉടുപ്പാണ് എന്നിട്ടിരിക്കുന്നത്. ഞാൻ ഈ ഗീതാ വിജയനെയൊക്കെ ഞാൻ ഹരിഹർ നഗറിൽ കണ്ട ഓർമ്മയിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പം ഒരു ഡയലോഗ് ഉണ്ട്, പി ജി വിശ്വംഭരൻ സാറ് ടേക്ക് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് സാറ് ഒന്ന് ഞാൻ തൊഴുതു പോകുന്നു. എനിക്ക് 50 രൂപ നമ്മുടെ കെ കൃഷ്ണൻകുട്ടി ചേട്ടൻ ചേർത്തലുള്ള ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ട്. കൃഷ്ണൻകുട്ടി ചേട്ടൻ 50 രൂപ. ഞാൻ പുള്ളിയുടെ കാല് തൊട്ട് നമസ്കരിച്ചു. ഞാൻ പറഞ്ഞു, പക്ഷേ പുള്ളി അന്ന് മനസ്സുകൊണ്ട് തന്നെ അനുഗ്രഹിച്ചു എന്ന് എൻ്റെ വിശ്വാസം. ഞാനിപ്പോൾ അതുകൊണ്ട് ജീവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ആയിരപ്പുറയിൽ 50 രൂപ കിട്ടി. അന്ന് രാമുചേട്ടനാണ്, ഇപ്പം അഭിനയിക്കുകയൊക്കെ ചെയ്യുന്ന രാമുചേട്ടൻ മംഗലപ്പള്ളി രാമുചേട്ടനാണ് അതിൻ്റെ എക്സിക്യൂട്ടീവ്. അന്നൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇന്ന് വളരെ സ്നേഹത്തിൽ നമ്മളോട് ഇൻട്രാക്ട് ചെയ്യാൻ നമുക്ക് ഭയങ്കര അവർ എന്നെ, ഞാൻ അർഹതപ്പെട്ടതിൽ കൂടുതൽ എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും. പക്ഷേ സിനിമ അങ്ങോട്ട് ഏറ്റെടുത്തില്ല, സീരിയലാണ്. സീരിയൽ അത് മാനസപുത്രി ഭയങ്കര ഹിറ്റായിരുന്നു. തോബിയാസ് എന്ന ക്യാരക്ടർ. അതെ, ആ തോബിയാസിനെയാണ് ഒരു പക്ഷേ ഒരു സ്ത്രീ സമൂഹം അന്ന് മൊത്തം. അതെ. അപ്പം അതിൽ വന്നപ്പം പിന്നെ ലാലേട്ടൻ മമ്മൂക്ക എന്നെ പരുന്തിലോട്ട് വില്ലനായിട്ട് കാസ്റ്റ് ചെയ്യാണ് ഉണ്ടായത്. അങ്ങനെ പിന്നെ പരുന്ത് അല്ല, അവിടെ നിൽക്കട്ടെ. ഈ സീരിയലിലേക്ക് പോകാൻ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നല്ലോ. ആ സീരിയൽ ജീവിതത്തെക്കുറിച്ച്. സീരിയൽ ജീവിതം എനിക്ക് ഇപ്പം സീരിയൽ അഭിനയിക്കാറില്ല, 15 വർഷമായിട്ട് അഭിനയിച്ചില്ല. പക്ഷേ എന്നെ അന്ന് പോറ്റിയത് സീരിയലാണ്. കാരണം ഞാൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്കിപ്പോഴും അനന്തപുരി താമസിക്കുമ്പോൾ ഞാൻ എൻ്റെ ഡബ്ബ് ചെയ്ത ശബ്ദം കേൾക്കാൻ എൻ്റെ ഫ്രണ്ടുണ്ട് ജയകൃഷ്ണൻ എന്ന് പറയും, ആലുവയില ഇപ്പോൾ താമസിക്കുന്നത്, ജക്രു. അന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് അനന്തപുരിക്കകത്ത് ഞങ്ങൾ കുറേ റൂമുകളിൽ, ഞാൻ ഒറ്റയ്ക്ക് ഒരു റൂമിലാണ് താമസിക്കുന്നത്. അപ്പുറത്തെ ബിൽഡിങ്ങിൽ രഞ്ജിത്ത് ചെങ്ങമനാട് താമസിക്കുന്നുണ്ട്. അവൻ്റെ റൂമിൽ അവൻ്റെ റൂംമേറ്റായിട്ട് ജയകൃഷ്ണൻ, ജക്രു. ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യാൻ വരുന്ന ആളുണ്ട്, നമ്മുടെ സുദീപ് കുമാർ, ഇന്നത്തെ പിന്നണി ഗായകൻ. സുദീപ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പാട്ട് പാടിക്കും. പിന്നെ ഗൂഗിളി പ്രദീപ് വരും, മരിച്ചുപോയ മോനിലാൽ വരും, ഒരുമാതിരിപ്പെട്ട അത് പൃഥ്വിരാജ് വരെ ആ റൂമിൽ ഈ രഞ്ജിത്ത് ചെങ്ങമനാടുള്ള ബന്ധത്തിൽ അദ്ദേഹം വന്നു പോകുന്നത് ഞാൻ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇന്ദ്രജിത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ രഞ്ജിത്താണ് അന്നത്തെ സ്റ്റാർ. ഊരാക്കുടുക്കുന്ന പ്രോഗ്രാം സൂര്യ ടി വി, അവൻ താരമാണ്. അപ്പം നമ്മളൊക്കെ പോയി രഞ്ജിത്ത് കുറേ ചോറൊക്കെ വെക്കും, രസം ഉണ്ടാക്കും, എന്നിട്ട് ഞങ്ങൾക്കൊക്കെ തരും. അന്ന് ജയകൃഷ്ണൻ, നമ്മുടെ ജയകൃഷ്ണൻ ഇപ്പുറത്തെ ജംഗ്ഷനിൽ ഒരു അമ്മ വീടെന്ന് പറഞ്ഞൊരു ലോഡ്ജിൽ താമസം. ഞങ്ങളൊക്കെ ഇങ്ങനെ ഡബ് ചെയ്യും. ഞാൻ ഫിക്ഷൻ ഡബ് ചെയ്യും, അവൻ ഡോക്യുമെൻ്ററി ഡബ് ചെയ്യും. അപ്പം ഇങ്ങനെയൊക്കെ ഡബ് ചെയ്ത് പൈസ മേടിക്കുന്നു, ജീവിക്കുന്നു. ഇന്നത്തെ പോലെ അത് അന്നേ നമ്മൾ സിനിമയിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അത് അങ്ങനെ ജീവിതം പോകുന്നു. അത് കുറേ കാലം 5-8 വർഷം അങ്ങനെ അങ്ങ് പോകും. അതിനിടയിൽ കൂടെ സീരിയലിൽ കുറച്ച് വേഷങ്ങൾ കിട്ടുന്നു. തോബിയാസിനൊക്കെ മുമ്പ്, കാരണം വലയം, ഡിറ്റക്റ്റീവ് ആനന്ദ്, അങ്ങനെ ദൂരദർശൻ സീരിയലുകൾ. അങ്ങനെ കെ രാജീവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു, രാജീവേട്ടൻ്റെ കൂടെ സ്വപ്നം വർക്ക് ചെയ്യുന്നു. അത് നമുക്കൊരു ഹിറ്റ് ചെയ്യുന്നു. പിന്നെ എനിക്ക് സീരിയൽ, അപ്പോൾ അന്ന് പുള്ളി എനിക്ക് തന്ന ഉപദേശമാണ്, നീ ഡബ്ബിങ് നിർത്തിയാൽ കൊള്ളാം, വേറെ ആർക്കും ഡബ് ചെയ്യേണ്ട. അങ്ങനെ ഡബ്ബിങ്ങിന് പര്യവസാനം കുറിച്ചു. പിന്നെ സീരിയലൊന്നും ഡബ് ചെയ്തിട്ടില്ല. പിന്നെ 1-2 മൊഴിമാറ്റ സിനിമകൾ മാത്രമേ മങ്കൊമ്പിൻ്റെ കൂടെ ഡബ് ചെയ്തിട്ടുള്ളൂ, അല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ
ഇങ്ങനെ സീരിയൽ എല്ലാ കാലത്തും ഒരു സീരിയൽ എനിക്ക് കിട്ടും. പിന്നെ ഞാൻ അസിസ്റ്റൻ്റായിട്ടും അസോസിയേറ്റ് ആയിട്ടും ഒരു സീരിയൽ സ്ക്രിപ്റ്റ് എഴുതി അതിൽ അഭിനയിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് മാനസപുത്രി. അതെ. അത് പുനർജന്മം എന്നുള്ള പേരിൽ സൂര്യയിൽ വന്നുകൊണ്ടിരുന്ന സീരിയലാണ്. അത് 100 എപ്പിസോഡിൽ നിന്നുപോയി. അത് പുനർജനിച്ചു. പക്ഷേ ചാനൽ മാറി, ഏഷ്യാനെറ്റിലായി 7 മണിക്ക്. ഈ 100 എപ്പിസോഡ് വന്ന കണ്ടൻറ്റ് അവർ ചുരുക്കി 3 എപ്പിസോഡിൽ കാണിച്ചു. അതാണ് മാനസപുത്രി. അതിൽ തോബിയാസ് ഹിറ്റായി, എക്കാലത്തെയും വലിയ ഹിറ്റായി. അതിന് മുമ്പ് മമ്മൂക്കയിലേക്ക് വരുന്നതിന് മുമ്പ് ചന്ദ്രോത്സവത്തിൽ ചെയ്തിട്ടുണ്ട്. ചന്ദ്രോത്സവം അതിന് കാരണം, അതിന് നമ്മൾ നന്ദി പറയേണ്ടത്, ആദ്യം പറയേണ്ടത് പ്രേംപ്രകാശ് ഏട്ടനാണ്. കാരണം KK രാജീവിൻ്റെ കൂടെ, രാജീവേട്ടൻ്റെ കൂടെ സ്വപ്നവും അവിചാരിതവും ചെയ്യുന്നു. ഞാൻ ഈ ചാൻസ് ചോദിക്കാൻ ഇന്നും മടിയില്ലാത്ത ഒരാളാണ്. അതാണ് എൻ്റെ ബേസിക് റീസൺ. ഞാൻ ഈ സ്വപ്നം ചെയ്യുന്ന സമയത്ത് ഞാനും കറിയാച്ചനും കൂടെ വൈകുന്നേരങ്ങളിലൊക്കെ ഭയങ്കര ഒരു ഉഗ്രം മനുഷ്യൻ, ഞാൻ സിനിമയിൽ കണ്ട ഏറ്റവും നല്ല മനുഷ്യരിൽ പ്രേംപ്രകാശ്. ഈ പുള്ളി പിന്നെ കറിയാച്ചായൻ ഒരുപാട് പടമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാം. കറിയാച്ചായൻ എന്നെ ഒന്ന് സിനിമയിൽ ഒരു വേഷം. അപ്പോൾ എന്നെ പുള്ളി അവിചാരിതം പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത ചെറിയ സാധനം കഴിഞ്ഞപ്പോൾ എന്നെ ദത്താന്ന, ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. അപ്പോഴും ദത്താന്നാണ് വിളിക്കുന്നത്. അതൊരു വല്ലാത്ത വാത്സല്യമാണ്. പുള്ളിയുടെ മക്കൾ ബോബിയും സഞ്ജയ് എഴുതിയ സ്ക്രിപ്റ്റാണ് അവരുടെ. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ബോബിയും സഞ്ജയും കൂടെ എഴുതിയ അവിചാരിത അഭിനയിച്ച് കഴിഞ്ഞപ്പം പുള്ളി പിന്നെ ദത്താന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് സിനിമയിലൊരു വേഷം മേടിച്ചു തരുമെന്ന്. ഞാനൊരു പണിയാണ്, രഞ്ജിത്തിനെ ഞാനൊന്ന് വിളിക്കട്ടെ, രഞ്ജിത്തിന് ഈ സീരിയൽ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ രഞ്ജിത്ത് സാർ അങ്ങനെ കാണുന്നുണ്ട്. എനിക്ക് രഞ്ജിത്ത് സാറിനെ ഒട്ടും പരിചയവുമില്ല. പുള്ളി ഫോൺ ചെയ്തിട്ട് രഞ്ജിത്ത് സാറിനെ, രഞ്ജിത്ത് സാർ പറഞ്ഞു ജയനൊന്ന് വരാൻ പറയുന്നു. ഞാൻ നേരെ കോഴിക്കോട് പുള്ളിയുടെ വീട്ടിൽ പോയി പുള്ളിയെ കണ്ട് നമ്മൾ അടുത്ത പടാകുമ്പോൾ ഞാൻ വിളിക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഇന്നും രഞ്ജിത്ത് സാറിനെ, നമ്മുടെ ഒരു ഗുരുസ്ഥാനീയനാണ്, ഞാൻ ഗുരുവായിട്ട് മനസ്സിൽ കാണുന്ന കുറച്ച് പേരിലൊരാളാണ്. എന്നെ കറക്റ്റായിട്ട് ഒരു ദിവസം ഞാൻ ശ്രീമൂലം ക്ലബ്ബിൽ നിന്ന് രാത്രി ഷൂട്ടിങ് കഴിഞ്ഞ് നന്ദുചേട്ടനൊക്കെ ആയിട്ട് എന്തോ സംസാരിച്ച് അവിടെ ഇരുന്നിട്ട് രാത്രി ഞാൻ ഇറങ്ങുമ്പം ആൻഡോ ചേട്ടൻ എന്നെ വിളിക്കുന്നു. ജയൻ ഷൊർണൂർക്ക് നാളെ വരണം, ഗസ്റ്റ് ഹൗസിൽ വരണം, ഇങ്ങനെ രഞ്ജിത്ത് സാർ വിളിച്ചിരുന്നു. ഞാൻ ചെന്നപ്പോൾ എന്നൊരു വേഷമുണ്ട്, മീനയുടെ ബ്രദറാണ് ക്യാരക്ടർ, ഒരു 4-5 ദിവസത്തെ വർക്കുണ്ടാവും. പിന്നെന്താ, നമ്മുടെ സ്വപ്നമല്ലേ. അങ്ങനെ പിന്നെ രഞ്ജിത്ത് സാർ എന്നെ അത് കഴിഞ്ഞ് പ്രജാപതിയിൽ ചെയ്തു, ലോഹത്തിൽ ചെയ്തു. അയ്യോ ഞാൻ പറയാലോ, എനിക്ക് ഈ വലിയ ഡയറക്ടറായിട്ടോ എൻ്റെ സിനിമ, ഈ ആ സിനിമ എന്ന് പറയുന്ന ലോകത്ത് ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല ഡയറക്ടേഴ്സിൽ ഒരാളാണ്, ക്രിയേറ്ററാണ്. ഒന്ന് ആലോചിക്കണം, പുള്ളി തന്നെയാണ് എഴുതുന്നത്, പുള്ളി തന്നെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ആ എഴുത്തിൽ എന്ത് രസമുള്ള എഴുത്തുകളാണ്. വലിയ ഡയറക്ടറാണ്, വലിയ റൈറ്ററും ഡയറക്ടറും ആയിരുന്നു. അപ്പോൾ പുള്ളിയുടെ പടത്തിൽ ഉണ്ടാകാൻ സാധിച്ചത് അങ്ങേറ്റത്തെ ഒരു വലിയ ഭാഗ്യമാണ്. അല്ല, അദ്ദേഹം ഈ പ്രജാപതിയിലേക്കും അങ്ങനെ വിളിച്ചതല്ലേ. പിന്നെ എന്നോട് ഭയങ്കര സ്നേഹത്തിലാണ് എന്നെ പെരുമാറിയിട്ടുള്ളത്. വലിയ സിനിമകളുടെ ഭാഗമാകാൻ പറ്റാതിരുന്നതിൻ്റെ ഒരു കുറവ് ഞാൻ തന്നെ ആയിരിക്കുമെന്ന്. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, സുരേഷിന് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ, എന്നോട് മിണ്ടണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സുരേഷ് ഓടി വന്ന് മിണ്ടും. സുരേഷ് എന്നെ കണ്ടാൽ തിരിഞ്ഞു പോകണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം സുരേഷല്ല, ഞാൻ തന്നെയാണ്. ആ തിരിച്ചറിവ് എനിക്കുണ്ട്. ആ ചന്ദ്രോത്സവവും പ്രജാപതിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം വരുന്ന ഏറ്റവും മനോഹരമായ റോളെന്ന് പറയുന്നത് പരുന്താണ്. അല്ലേ? പരുന്തിലെ ആ വില്ലൻ കഥാപാത്രത്തെ അസീസ് എന്ന മറ്റാണെന്ന് തോന്നുന്നു, കല്ലായി അസീസ്, ഒരു പ്രതിനായക വേഷം. നേരത്തെ മമ്മൂക്കയുടെ ഓപ്പോസിറ്റാണ്. പത്മകുമാറിൻ്റെ പടം. സാധാരണഗതിയിൽ ഒരു ഓപ്പോസിറ്റൊക്കെ ഒരു പ്രതിനായകൻ വരുമ്പോൾ മമ്മൂക്ക ചോദിക്കും ഇതാരാണ്. മമ്മൂക്കയാ പറഞ്ഞത്. അതാണ് എനിക്കറിയാനുള്ളത്. എങ്ങനെയാണ് അതിലേക്ക്? മാനസപുത്രി പുള്ളി ഡെയിലി കാണുമായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്നെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് പരുന്ത് വരുന്ന സമയത്ത് മമ്മൂക്ക തന്നെയാണ് എന്നെ വിളിച്ചിട്ട്, എൻ്റെ പടത്തിൽ ഞാനൊരു ക്യാരക്ടർ പറഞ്ഞിട്ടുണ്ട്, അവർ വിളിക്കും കേട്ടോ, ശരി എന്ന് പറഞ്ഞു. അങ്ങനെ മമ്മൂക്ക അന്നൊക്കെ വിളിക്കുമായിരുന്നു. അങ്ങനെ വിളിച്ചിട്ട് മമ്മൂക്ക പറഞ്ഞിട്ടാണ് എന്നെ അത് മണിക്ക് വെച്ചിരുന്ന വേഷമാണ്. അപ്പം അത് മണിയെ അടുത്ത പടത്തിൽ മായാ ബസാറിൽ മണിയെ വില്ലനാക്കി. എന്നിട്ട് ഈ പടം എനിക്ക് തന്നു. അപ്പം അങ്ങനെ ഒരു നല്ല കരുതലുണ്ടാക്കി ഇല്ലേ? പിന്നെ അദ്ദേഹം നമ്മൾ ചെയ്തു തന്ന കാര്യങ്ങൾ നമുക്കത് എപ്പോഴും സ്മരണ ഉണ്ടാവണ്ടേ. എൻ്റെ ഒരു 5-6 പടം, ഞാനിപ്പോൾ സിനിമ നല്ലത് ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, ഒരു സിനിമാ നടൻ എന്നുള്ള ലേബൽ ഉണ്ടാക്കി തന്നതിൽ ഒരുപാട് പേർക്ക് വലിയ പങ്കാന്നേ. അതിൽ മമ്മൂക്കയ്ക്ക് വലിയ പങ്കുണ്ട്, രഞ്ജിത്ത് സാറിന് വലിയ പങ്കുണ്ട്, കറിയാച്ചൻ പ്രേംപ്രകാശ് ചേട്ടന് നല്ല പങ്കുണ്ട്. അപ്പോൾ ഇവർ പിന്നെ ഇതിനെ സജ്ജമാക്കി വിട്ട KK രാജീവിന് പങ്കുണ്ട്, അതിൽ മാനസപുത്രി ഡയറക്റ്റ് ചെയ്ത സുധീഷിന് പങ്കുണ്ട്, അതിൻ്റെ റൈറ്ററായ ദിനേശ് പള്ളത്തിന് പങ്കുണ്ട്, അതിൻ്റെ പ്രൊഡ്യൂസറായ ബൈജു ദേവ്. അപ്പം എനിക്ക് തീർത്താ കടപ്പാട് ഒരുപാട് പേരോട് ഇപ്പോൾ സുരേഷിന് മുമ്പിൽ ഇൻ്റർവ്യൂ ചെയ്യാൻ യോഗ്യനാക്കിയതിലും ഒരുപാട് പേരുടെ
എന്നോടുള്ള സ്നേഹത്തിൻ്റെ ബാക്കി പത്രം മാത്രമാണിത്. ഈ ഇവരുടെ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് പങ്കിട്ടിരിക്കുന്നത് മമ്മൂക്കയായിട്ടാണ്. അതെ, 5 പടം 6 പടം, 6 അല്ല 5 അല്ല, അഞ്ചൊന്നുമല്ല, അടുപ്പിച്ച് 5 പടം ചെയ്തു. അതെ, ഇഷ്ടം പോലെ. എങ്ങനെയാണ് അദ്ദേഹമായിട്ടുള്ള അയ്യോ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറയേണ്ടത് കൃത്യമായിട്ട് പറയുകയും വളരെ സിൻസിയറായിട്ട് ഇടപെടുകയും ഒരാളെ പലതും മറ്റുള്ളവരിൽ നിന്ന് വരെ കൃത്യമായിട്ട് നമ്മളെക്കുറിച്ച് ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അറിയാൻ ഞങ്ങൾ കുറച്ച് പടങ്ങൾ ഒരുമിച്ച് ഞാൻ അഭിനയിച്ചതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് വന്നതിന് ശേഷം ഒരു ദിവസം മാസ്റ്റർ പീസിൻ്റെ സമയത്താണെന്ന് തോന്നുന്നു ലൊക്കേഷൻ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാൻ പട്ടാഭിരാമൻ സിനിമയിൽ കണ്ണൻ താമരക്കുളം അതിൻ്റെ ഡയറക്ഷൻ സൈഡ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള. അപ്പം ഞാനും കണ്ണനും കൂടി ഞങ്ങൾ ആ ലൊക്കേഷനിൽ ചുമ്മാ മമ്മൂക്ക ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പൂമ്പാറ്റയിലോ മറ്റേ ആണെന്ന് തോന്നുന്നു സെറ്റിട്ട് വർക്ക് ചെയ്യുമ്പോൾ കാണാൻ ചെന്നു. അപ്പോൾ എനിക്ക് അടുത്തോട്ട് ചെല്ലാൻ എനിക്കിവർ താരങ്ങളോടൊക്കെ അങ്ങോട്ട് ഇടിച്ചു കയറി മിണ്ടാൻ എനിക്ക് ഭയങ്കര ഒരു ബഹുമാനം കൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിന്നപ്പം കാണിച്ചു, ഞാൻ അടുത്തോട്ട് ഇങ്ങനെയുണ്ട് പടങ്ങളൊക്കെ ഇല്ലേ, ഞാൻ പറഞ്ഞുണ്ട്, ചെറിയ കുറച്ച് പടങ്ങളൊക്കെ പടം ഉണ്ടല്ലോ, ജീവിക്കുന്നുണ്ടല്ലോ, സന്തോഷം. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുന്ന രീതി, പുള്ളി ചെറുതാണെങ്കിലും ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം നമുക്ക് വർക്ക് ആവശ്യത്തിനുണ്ട്, ജീവിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കൊരു സന്തോഷം. അത് എത്ര പേർക്ക് ഉണ്ടാക്കാൻ സാർ? ചോദിക്കുക തന്നെ ഒരിതുണ്ടല്ലോ. അതെ. അപ്പം ഞാനത് കഴിഞ്ഞ് എൻ്റെ പടം ഡയറക്റ്റ് ചെയ്യുന്ന സമയം യാദൃശ്യമായിട്ടാണ് ഞാൻ ഡയറക്ടർ പട്ടത്തിൽ അതിന് ചെന്നപ്പോൾ ഞാൻ പുള്ളിയുടെ ഒരു അനുഗ്രഹം മേടിക്കാൻ ഞാൻ ചെന്നു. ഓസിലറുടെ ലൊക്കേഷന് ഞാൻ ചെന്നപ്പം ഞാൻ പടം ചെയ്യല്ലേ, കാലിലൊന്നുണ്ട് എൻ്റെ അനുഗ്രഹം ഉണ്ട്, എൻ്റെ തലയെ തൊട്ട് എനിക്കത് ഭയങ്കര ഒരു വല്ലാത്തൊരു പ്രാർത്ഥന. കാരണം അത് എത്ര പേർക്ക് പറ്റുമെന്നേ, പുള്ളിയുടെ സ്ഥാനം ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകം വീക്ഷിക്കുന്ന ഒരു വലിയ താരമാണ്. എന്നെ പോലത്തൊരു ഉറുമ്പിനെ കാര്യം ചെറിയൊരാളെ അത്ര കണ്ട് കരുതേണ്ട കാര്യം എന്താ? അപ്പോൾ അതൊക്കെ അവരുടെയൊക്കെ വലിയ മനസ്സിൻ്റെ ഫലമാണ്. ഭയങ്കര ഹാർഡ് കോർ ഫാനാണ് മറ്റൊരാളുടെ. പക്ഷെ അദ്ദേഹത്തെ സിനിമയിൽ കുറച്ച് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ലാലേട്ടൻ്റെ ഈ പറഞ്ഞ ചോള് ധരിച്ച് നടന്നിരുന്നൊരു കാലം, ചന്ദ്രോത്സവം, പിന്നെ എനിക്ക് തോന്നുന്നു ലോഹവും, അങ്ങനെ ലോകം, പിന്നെ ക്രിസ്ത്യൻ ബ്രദേഴ്സ്. എനിക്ക് ലാലേട്ടൻ മമ്മൂക്കായിട്ട് ഞാൻ അടുത്ത് ഇടപഴകി എനിക്ക് മമ്മൂക്ക കുറേ സംസാരിക്കാനും ഒക്കെ തമാശകൾ വരെ പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ അദ്ദേഹത്തെ അങ്ങനെ അധികം കാണാറില്ല. പക്ഷേ ലാലേട്ടൻ്റെ കൂടെ ലാലേട്ടൻ എന്താണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പം അമ്മയിൽ വന്ന കഴിഞ്ഞ ഒരു വർഷം കണ്ടാണ് ലാലേട്ടനെ നമുക്ക് മനസ്സിലാകുന്നത്. ഈസ് എ വെരി ഗുഡ് ഹ്യൂമൻ ബീയിങ്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം അവിടെ ഇരുന്നിട്ട് കമ്മിറ്റികളിലൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യുമ്പം നമ്മളെന്ത് സജഷൻസ് അങ്ങോട്ട് പറയുമ്പോഴും അത് ആർക്കെങ്കിലുമൊക്കെ ഗുണമാകുന്നതല്ലേ, മറ്റുള്ളവർക്ക് ഗുണപ്രദമാകുന്നതല്ലേ, അതെ എന്നാ ചെയ്യണം. പുള്ളിക്ക് വേറെ ഒരു ക്രൈറ്റീരിയ ഇല്ല. പുള്ളി പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണ്, ഇനി എന്ത് പണിയെടുത്തും പൈസ ഉണ്ടാക്കാൻ തയ്യാറാണ്. അതിവിടുത്തെ അംഗങ്ങൾക്ക് ഗുണകരമാണ്, അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതാണ്, അവരെ സഹായിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് ചെയ്തോളൂ, ഞാൻ കൂടെ ഉണ്ടെന്നാണ്. നിങ്ങളുടെ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു സ്പേസിനെ വളരെ അടുത്ത് അറിഞ്ഞൊരു പടം ഞാൻ കണ്ടിരുന്നു. ഒരു അടുത്തിരുത്തി ഒരു ബ്ലാക്ക് ഷർട്ടിൽ അദ്ദേഹം ഇട്ടിട്ട് അടുത്തിരുത്തി സംസാരിക്കുന്നത്, അത് എന്തോ കാര്യമായ സംസാരമാണെന്ന്. അത് ഈ ജനറൽ ബോഡി കഴിഞ്ഞല്ലോ പകല്. ഇപ്പം ഈ ജനറൽ ബോഡി കഴിഞ്ഞിട്ട് അന്ന് രാത്രിയിൽ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം ഞങ്ങൾ ആദ്യമായിട്ട് അമ്മയ്ക്ക് ജനറൽ ബോഡി കഴിഞ്ഞിട്ട് ഒരു DJയും മ്യൂസിക്കൽ പ്രോഗ്രാമൊക്കെ വെച്ചു. അപ്പോൾ ഞാൻ സത്യത്തിൽ ലാലേട്ടനെ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ റൂമിൽ വന്ന് ഞാൻ അവിടെ മുകളിൽ തന്നെ താമസിച്ചു. ഞാൻ പോയി ജുബയൊക്കെ മാറ്റി ഒരു ഗ്രേ ജുബയൊക്കെ എടുത്തിട്ട് ഞാൻ അവിടെ പോയി ഈ പിള്ളേരുടെ ഡാൻസിൽ ഞാൻ ഒന്ന് തുള്ളിക്കൊണ്ടൊക്കെ നിൽക്കുമ്പം ഞാൻ ഒരു ആരവം കേൾക്കും, എന്നൊരു ശബ്ദം നോക്കുമ്പോൾ ലാലേട്ടൻ പടി കയറി വരുന്നത്. അപ്പം ഞാൻ ഒതുങ്ങി കയ്യും കിട്ടി അവിടെ മാറി നിന്ന്. നമ്മുടെ യൂട്യൂബേഴ്സ് കുറച്ച് പേര് ഫ്രീ എൻട്രി ആയിരുന്നു. അപ്പോൾ യൂട്യൂബേഴ്സ് കുറച്ച് പേരൊക്കെ ഈ ഫ്രീ എൻട്രി അല്ല, സ്പോൺസറുടെ ക്യാമറ, അവർ വന്നാണ് ലാലേട്ടൻ നിങ്ങളൊക്കെ ഒന്ന് മാറും, എനിക്ക് ജയനോട് കുറച്ച് സംസാരിക്കേണ്ട. അപ്പം ഞാൻ പുള്ളി അങ്ങനെ പറയുമെന്നേ പ്രതീക്ഷിക്കുന്നില്ല. എന്നിട്ട് ഞങ്ങൾ രണ്ടും മാറി സെറ്റിയിലിരുന്ന് പുള്ളി വളരെ ഒരു 10 മിനിറ്റ് ഞങ്ങൾ രണ്ടും മാത്രമായിട്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ ഫോട്ടോ എൻ്റെ മൊബൈലിലുണ്ട്, ഞാനത് പുറത്ത് വിട്ടിട്ടില്ല. കാരണം അത് പൊതുജന മധ്യത്തിൽ അതെൻ്റെ സ്വകാര്യ ഒരു സന്തോഷമാണ്. കാരണം ഞാൻ ആരാധിച്ച് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ആരാധിച്ച ഒരാൾ എന്നെ വിളിച്ച് മാറ്റി നിർത്തി പുള്ളി എൻ്റെ ഒരേ സെറ്റിൽ അവിടെ ഇരിക്കുക ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടും കൂടി ഇരുന്ന് ഞാനിങ്ങനെ ഇരുന്ന് പുള്ളി പറയുന്ന മുഴുവൻ കേൾക്കാം. പുള്ളി പറഞ്ഞ എല്ലാം ഫാക്ട്സാണ്. പുള്ളി പറഞ്ഞത് ഞാനിതിൻ്റെ സ്ഥാനത്തുനിന്ന് മാറുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് വിഷമമുണ്ടെന്നറിയാം, പക്ഷേ ഫുൾ ടൈം ഞാൻ ഇതിൻ്റെ കൂടെ ഉണ്ടാവും. അമ്മയുടെ നിങ്ങൾ ഒരു വിധത്തിലും വിഷമിക്കേണ്ട, ഞാൻ കൂടെയുണ്ട്. അതിപ്പോഴും ഈ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും
പുള്ളി വളരെ ക്ലീനായിട്ട് ഇൻവോൾവ് ചെയ്തുകൊണ്ട് വളരെ സിൻസിയറായിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയുടെ പുതിയ ഭാരവാഹികൾ ആരൊക്കെ ആരൊക്കെ മത്സരത്തിനുണ്ട്, ഡേറ്റ്സ് എങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്, വളരെ ഇൻവോൾവ് ചെയ്ത് പുള്ളി എല്ലാ കാര്യങ്ങളും. അങ്ങനെ ഒരു 10-15 മിനിറ്റ് ഞങ്ങൾ രണ്ടും മാത്രം ഇരുന്ന് സംസാരിച്ച് എനിക്ക് ആ ശബ്ദമൊക്കെ ചെവിയിൽ ഞാൻ മാത്രമായിട്ട് കേൾക്കുന്നതിൻ്റെ എനിക്കൊരു ഫ്രീ സ്പേസ് അദ്ദേഹം തന്നില്ലേ. അത് വലിയ മനസ്സല്ലേ അദ്ദേഹത്തിന്. നമ്മളാരാന്ന്, നമ്മളെപ്പോലത്തെ ഒരു ചെറിയ ആളെ വിളിച്ച് അടുത്തിരുത്തി. അത് എൻ്റെ ജീവിതത്തിലെ വലിയ സൗഭാഗ്യങ്ങളൊന്നും. ആ ഫോട്ടോ ഞാൻ എൻ്റെ മൊബൈലിൽ ഞാൻ സ്വകാര്യമായിട്ട് വെച്ചിട്ടുണ്ട്, ഞാൻ ആരെയും കാണിക്കുന്നത്. അത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. അത് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ എല്ലാവരും കൂടെ ഓടി വന്നു. കൃഷ്ണപ്രസാദ്, പ്രശാന്ത്, കുറേ ആർട്ടിസ്റ്റുകളെല്ലാവരും കൂടെ വന്നു. അവരെല്ലാം ഇടിച്ചപ്പോഴും എനിക്കാണ് ഇദ്ദേഹത്തിൻ്റെ മേത്ത് മുട്ടാൻ ഒരു ടെൻഷനാണ്. നമ്മൾ ആരാധിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്, ആ ഫോട്ടോ കണ്ടിട്ട് എന്നോട് ആരോ ചോദിച്ചു എന്താ ഇങ്ങനെ ഇരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ മേത്ത് മുട്ടാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഒരു കരുതലാണ്. അതൊരു വലിയ മൊമെൻ്റാണ്. ഇവർ 2 സൂപ്പർ താരങ്ങളെക്കാട്ടി ഏറ്റവും കൂടുതൽ ആത്മബന്ധമുള്ള, കുറച്ചും കൂടി ഇടപഴകുന്ന ഒരാൾ സുരേഷ് ചേട്ടൻ. സുരേഷ് ചേട്ടനുമായിട്ട് വളരെ നല്ലൊരു, അങ്ങനെ ഒരു അത് എനിക്ക് സിനിമകളെ ചെയ്തിട്ടുള്ളൂ. ഞാൻ ബ്ലാക്ക് കാറ്റോ അല്ലെങ്കിൽ കിങ് ആൻഡ് കമ്മീഷണർ, അത് ഞാൻ പറയുന്നത്. കിങ് ആൻഡ് കമ്മീഷണർ, പിന്നെ ബ്ലാക്ക് കാറ്റ്, പിന്നെ ഇപ്പം ഈ JSK ലുണ്ട്, പിന്നെ മിഥുൻ്റെ കഴിഞ്ഞ പടത്തിലുണ്ട്. ഏതാണ് മറ്റേ ഗരുഡൻ ഉണ്ട്. 4 പടം ചെയ്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ പുള്ളിക്കാരൻ സുരേഷ് ഏട്ടൻ എപ്പോൾ കണ്ടാലും നമ്മളോട് ഭയങ്കര, എന്നോട് മാത്രമല്ല കേട്ടോ, എല്ലാവരോടും എങ്ങനെ പറ്റുന്നതെന്ന് അറിയില്ല. പുള്ളി ഭയങ്കര സ്നേഹമാണ് എല്ലാവരുടെ. അത് പുള്ളിയെ ഉപകാരം ചെയ്തതാണോ ഉപദ്രവിച്ചതാണോ അതൊന്നും നോക്കാറില്ല. പുള്ളി ഭയങ്കര സ്നേഹത്തിലിടവും. എനിക്കൊരു കടപ്പാടെന്ന് വെച്ചാൽ എൻ്റെ കല്യാണം 2012 നടക്കുക. അപ്പം ഞാൻ ഈ സുരേഷ് ഏട്ടനുമായിട്ട് എനിക്ക് അത്ര വലിയ ബന്ധമൊന്നുമില്ല. കിങ് ആൻഡ് കമ്മീഷണർ മാത്രം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ 2-3 മാസം കഴിഞ്ഞ് സിംഹാസനം, പൃഥ്വിരാജ് നായകൻ. ഞാൻ ആ ലൊക്കേഷനിൽ എല്ലാവരും, പൃഥ്വിരാജ് ഉൾപ്പെടെ, ഷാജി കൈലാസ് ഉൾപ്പെടെ എല്ലാവരെയും വിളിച്ചു. മമ്മൂക്ക ലണ്ടനിലാണെന്ന്, മമ്മൂക്കയ്ക്ക് എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ എല്ലാവരെയും അറിയിച്ചു. ലാലേട്ടൻ പിന്നെ അന്ന് എനിക്ക് ബന്ധമില്ലാത്തതുകൊണ്ട് ലാലേട്ടനെ അറിയിച്ചിട്ടില്ല കല്യാണം. ആ ലൊക്കേഷനിലുള്ള എല്ലാവരെയും അറിയിച്ചു. കല്യാണത്തിൻ്റെ തലേന്ന് ഞാൻ വീട്ടിലിരിക്കുമ്പം 31-ാം തീയതി കല്യാണം, മെയ് 29 ഞാൻ സിംഹാസനം കഴിഞ്ഞ് വീട്ടിൽ വരുന്നു. 30-ാം തീയതി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കോള്, ഹലോ ഞാൻ സുരേഷാ. ഞാൻ സുരേഷ് ഗോപിയാടാ, നിൻ്റെ കല്യാണമാണോ നാളെ? അതെ. നീ എന്താ എന്നെ വിളിക്കാൻ? അത് ഇങ്ങനെ, ശരി ഞാൻ നിൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട് ഊണ് കഴിക്കാൻ, ഉച്ചയ്ക്ക് ഊണ് റെഡിയാക്കുക. അന്നേരം ഏതാണ്ട് എനിക്ക് തോന്നുന്നു 9:30-10 മണിയായിട്ടുണ്ട്. ഞാനാകട്ടെ, ഞാൻ ചേട്ടാ എന്താ വെജാണോ, എനിക്ക് അറിഞ്ഞു പോലും പുള്ളിയുടെ ഇഷ്ടങ്ങൾ. എന്തിനാ വെജ് കഴിക്കാൻ നമ്മൾ നിൽക്കുന്നത്, നോൺ വെജ് പോലെ? ഞാൻ ശരി ഓക്കെ ആയിട്ട്. ഞാൻ നേരെ വന്ന് ഇവിടെ മാർക്കറ്റിൽ വന്ന് കരിമീൻ വാങ്ങിച്ച്, പിന്നെ കപ്പയും മീൻ അതുകൊണ്ടൊക്കെ റെഡിയാക്കി. പുള്ളി ആലോചിച്ച് നോക്കണം പുള്ളിയുടെ വലിപ്പം. പുള്ളി വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ എന്തോ ഒരു മീറ്റിംഗ്, ഒരു ചടങ്ങിന് വന്നതാണ്. അന്ന് അവിടെ നിന്ന് ഊണ് കഴിക്കാൻ വെള്ളാപ്പള്ളി അദ്ദേഹം, നടേശൻ സാറ് ഊണ് റെഡിയാക്കിയിട്ടുണ്ട്. പുള്ളി പറഞ്ഞു ഞാൻ അവിടെ നിന്ന് കഴിക്കത്തില്ല എന്ന്. ആ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ ബെൻസ് കാറും എടുത്ത് അവർ 7 പേരുമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഊണ് കഴിച്ചു. എൻ്റെ വീട്ടുകാരുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്തിട്ട് ലാസ്റ്റ് എൻ്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവൻ നമ്മൾ കിങ് ആൻഡ് കമ്മീഷണറൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് നിൽക്കുകയാണല്ലോ, ഇവൻ എന്നെ കല്യാണം വിളിച്ചില്ല. ആ വാശിക്കാണ് ഞാൻ ഇന്ന് വന്ന് ഊണ് കഴിച്ചത്. അപ്പം നിനക്ക് എല്ലാവിധ വിവാഹ ആശംസകൾ, പക്ഷേ കല്യാണത്തിന് ഞാൻ വരത്തില്ല വിളിക്കാത്തതുകൊണ്ട്. പുള്ളി അങ്ങ് പോയി തലേന്ന്. അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ എത്ര വലിയ മനുഷ്യനാണ് പുള്ളി. അന്ന് തൊട്ട് എനിക്കെൻ്റെ ഉള്ളിൽ പുള്ളിയോട് ഒരു ഭയങ്കരമായ ഇഷ്ടം. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗരുഡൻ ചെയ്യുന്നു, അപ്പോഴും ജയ എന്നൊക്കെ കാര്യം, JSK ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അമ്മയുടെ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായി, എല്ലാവരും അഡ്വോക്കേറ്റ് കമ്മിറ്റി. അപ്പോഴാണ് പുള്ളി വിളിക്കുന്നത്, എന്താ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് വരികയാണ്. പുള്ളി പറഞ്ഞു ഒരു ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് സുരേഷ് ഗോപി, നമുക്കൊരു പ്രോഗ്രാം വയ്ക്കാം. അന്ന് ആരും വരില്ല, ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുക. ഞാൻ നോക്കുമ്പം 20 പേരെന്ന് ഞാൻ തലേന്ന് സുരേഷേൻ്റെ കണക്ക് പറഞ്ഞു. കാപ്പ് കുടിക്കാൻ 63 പേരോ 64 പേരോ ഉണ്ട്. ഉച്ചയ്ക്ക് ഊണ് കൊടുക്കുമ്പോൾ 116 പേര് അന്ന് വന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഊർജ്ജമായി. പുള്ളി പറഞ്ഞു നമുക്ക് കുടുംബസംഗമം വയ്ക്കാം. പുള്ളിയാണ് നമ്മുടെ ഇൻസ്പയറിങ് ഫോഴ്സ്. നേരെ ജനുവരിയിൽ നമ്മൾ കുടുംബസംഗമം, അതൊരു ഭയങ്കര ക്ലിക്കായി. ഇന്നിപ്പോൾ അമ്മ തിരിച്ചു വന്നതിനകത്ത് പുള്ളിയുടെ പങ്ക് വളരെ വലുതാണ്. അത് ഭയങ്കര നമുക്ക് ഒരു വല്ലാത്ത ഒരു ചേട്ടൻ്റെ എല്ലാ സ്വാതന്ത്ര്യമുള്ള ഒരു സ്നേഹമാണ്. 2 ദിവസത്തിനുള്ളിൽ പോകുന്നുണ്ട് പുള്ളിയെ കാണാനായിട്ട്. വേറൊന്നുമല്ല, കാര്യങ്ങൾ സംസാരിക്കും. അത് അവർ തമ്മിൽ നല്ല റാപ്പോയാണ്. ലാലേട്ടനും മമ്മൂക്കയും സുരേഷ് ഏട്ടനും തമ്മിൽ നല്ല ബന്ധമാണ്. അവർ
അമ്മയുടെ ഇനിയുള്ള ത്രിമൂർത്തികളാണല്ലോ അവർ. അതെ അതെ അവർ ത്രിമൂർത്തികൾ, അവർ വേണം തലപ്പത്ത്. അവർ അമ്മയുടെ ഫ്യൂച്ചർ പരിപാടികളിലെല്ലാം വളരെ ക്ലീനായിട്ട് ഇൻവോൾവ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മേ ബി അവർ കീ പോസ്റ്റിൽ ചിലപ്പം നിൽക്കില്ലായിരിക്കാം, ബട്ട് അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ ദെയർ ഇൻവോൾവ്മെൻറ്റ് ഈസ് ഗ്യാരൻറ്റീഡ്. ഉറപ്പിച്ച് പറയാൻ പറ്റും. അവർ ഒരു പിന്നെ ചിലപ്പോൾ ഒരു രക്ഷാധികാരികളായിട്ടോ ചിലപ്പോൾ ഒരു സ്ഥിരം ക്ഷണിതാക്കളായിട്ടോ നമുക്ക് കൃത്യമായിട്ട് എനിക്കറിയില്ലെങ്കിൽ പോലും എന്തായാലും അമ്മയിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇവർ 3 പേരും അവരുടെ തീരുമാനങ്ങൾ നിർണായകമാണ്. ഉറപ്പായിട്ടും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന പോസ്റ്റിൽ ഈ 3 പേരും ഉണ്ടാവും. അമ്മയ്ക്കൊരു വലിയ ഊർജ്ജമായിട്ട് ഞാൻ കാണുക. അവർ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും അമ്മയുടെ ഓരോ അംഗത്തിനും ക്ഷേമത്തിന് വേണ്ടിയിട്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ ഒരവസ്ഥയൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കുക. അമ്മയിൽ നമ്മൾ ജൂൺ ലാസ്റ്റ് അധികാരത്തിൽ വരുന്നു. 2 മാസം ആകുന്നതിന് മുമ്പ് കമ്മിറ്റി പിരിച്ചുവിടുകയാണ്. പിന്നെ അഡ്ഹോക് കമ്മിറ്റിയാണ്. എല്ലാവർക്കും ഈക്വൽ അവകാശമാണുള്ളത്. പക്ഷേ നമ്മൾ ഈ കഴിഞ്ഞ ഒരു വർഷം ചെയ്ത കാര്യങ്ങൾ അമ്മയുടെ 30 വർഷം ആലോചിച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആദ്യം നമ്മൾ രചന നാരായണൻകുട്ടിയുടെ നേതൃത്വത്തിൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഒരു ഡാൻസ് കോഴ്സ് നടത്തി 3 ദിവസത്തെ. അതിൻ്റെ ഉദ്ഘാടനം ലാലേട്ടൻ, സമാപന പരിപാടി ഉദ്ഘാടനം മമ്മൂക്ക, ഇവർ 2 പേരും പങ്കെടുക്കുകയാണ്. അതിനുശേഷം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അമ്മ ആകെ പ്രശ്നമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഒരു കേരള പിറവി ദിനത്തിൽ സുരേഷ് ചേട്ടൻ ഇങ്ങോട്ട് പറയാണ്, ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവിടെ വരാം, പറ്റുന്ന അംഗങ്ങളെയൊക്കെ കൂട്ടുക. ഞങ്ങളൊരു 10-20 പേരെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അവിടെ ഒരു 140 പേരോളം അന്നത്തെ ദിവസം വന്നു. അവിടെയാണ് നമുക്ക് എനർജി കിട്ടുന്നത്. അന്ന് അവിടെ വെച്ച് സുരേഷ് ചേട്ടൻ അനൗൺസ് ചെയ്യാണ് നമ്മൾ കുടുംബസംഗമം നടത്തുന്നു. 30 വർഷമായിട്ടുള്ള അമ്മയുടെ സ്വപ്നമാണ് കുടുംബസംഗമം. ആദ്യമായിട്ട് കുടുംബസംഗമം നടത്തുക നമ്മൾ. ഏതാണ്ട് 220 അംഗങ്ങളും അവരുടെ കുടുംബങ്ങളും പങ്കെടുത്തു എന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ അത് വലിയ സംഭവമായിരുന്നില്ലേ? എല്ലാ യുവ നടന്മാരും നടികളും എല്ലാവരും വരുന്നു. അവിടെ ഫുട്ബോൾ നടക്കുന്നു, ക്രിക്കറ്റ് നടക്കുന്നു, നിങ്ങളെല്ലാം കണ്ടതാണ്. ഒരുപാട് സമ്മാനങ്ങൾ, കൈ നിറയെ സമ്മാനങ്ങളുമായിട്ട് നമ്മുടെ അംഗങ്ങളെല്ലാം വീട്ടിലോട്ട് പോകുന്നു. ഒപ്പം അമ്മയുടെ ബാങ്ക് ബാലൻസ് ആയിട്ട് 2 ചില്വാനം കോടി രൂപ അടുത്ത് വരുന്നു. നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതെല്ലാം സാധ്യമായത് ഇവർ 3 പേരും തലപ്പത്തുള്ളതുകൊണ്ടാണ്. അതിന് ശേഷം വനിതാ ദിനം ആചരിക്കുന്നു. അപ്പം അതുകൊണ്ട് അമ്മയുടെ സുവർണ്ണകാലം എന്ന് പറയുന്നത് എൻ്റെ കണക്കിൽ ഈ കഴിഞ്ഞ ഒരു വർഷം തന്നെയാണ്. പിന്നെ അതിന് ഈ അഡ്ഹോക് കമ്മിറ്റിയിലെ ഓരോ അംഗത്തോടും ഞാൻ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ബാബുരാജിനോട്. കാരണം ഞങ്ങൾ ഒരുമിച്ച് നിന്നാണ് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ബാബുരാജിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെ വലുതാണ്. ബാബുരാജ് വളരെ ആത്മാർത്ഥയോടെ, അത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ബാബുരാജിനോടും കൂട്ടുകാരോടും ഈ അവസരത്തിൽ ഞാൻ കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ കൂടെ നിന്നതിന് നന്ദി പറയുകയാണ്. കാരണം ഞങ്ങളുടെ കമ്മിറ്റി ഞങ്ങൾ മുൻപ് പറയുമായിരുന്നു സിംഗിൾ എഞ്ചിനായിട്ടാണ് നമ്മുടെ അമ്മ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ അവർ തമാശ ഇപ്പോൾ ഡബിൾ എഞ്ചിനാന്ന് പറയുക. എന്നെയും ബാബുരാജിനും തമാശയ്ക്ക് കളിയായിക്കൊണ്ട്. അപ്പോൾ ഞങ്ങളത് ഒരുമിച്ച് പല ചർച്ചകൾക്കും പല പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നതിനും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനും അതിനെല്ലാം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അംഗങ്ങൾക്ക് പ്രയോജനം ചെയ്യണം. ഞങ്ങളുടെ കരിയറിലെ ഏറ്റവും മികച്ചൊരു വേഷം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും കിങ് ആൻഡ് കമ്മീഷണറിലെ മാധവനാണ്. മാധവൻ എന്നല്ലേ കഥ പറഞ്ഞത്? രാമൻ മാധവൻ. അത് രഞ്ജിയേട്ടൻ എൻ്റെ അത് ഞാൻ പറയേണ്ട ഒരാളാണ്. രഞ്ജി പണിക്കർ നേരത്തെ എന്നെ രഞ്ജി പണിക്കർ മാത്രമല്ല, എൻ്റെ കൂടെ സംവിധായകൻ ഷാജി കൈലാസ്, ഇവർ 2 പേരും. അതിൽ രഞ്ജിയേട്ടന് ഭയങ്കര ഒരു വല്ലാത്ത ഇപ്പം നമ്മൾ 10 പേര് നിൽക്കാമെന്ന് വെച്ചോ, രഞ്ജിയേട്ടൻ വന്നിട്ട് നിങ്ങളോടൊക്കെ എല്ലാവരോടും വേണ്ടി എന്നിട്ട് എന്താടാ സുഖമല്ലേ. പക്ഷേ എനിക്ക് മനസ്സിലായെന്നറിയാം, നമ്മളോട് ആ ഒരു കരുതലും. എന്നോട് പറയാം, നീ ഭയങ്കര ബിസി ആവേണ്ട ആർട്ടിസ്റ്റാണല്ലോ, എന്താടാ സംഭവിച്ചിരിക്കുന്നത്, എന്താ പ്രശ്നം, എന്താ നീ ആരെയും വിളിക്കാറില്ലേ, നീ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മുടെ നല്ല ഇന്നും ഈ ജനറൽ ബോഡി നടക്കുമ്പോൾ ഈ പ്രശ്നം ഉണ്ടായി ലാലേട്ടനെ ഒന്ന് സേഫ് ഇതായിട്ട് മാറ്റുന്ന സമയത്ത് എന്നോട് വന്നിട്ട് പുള്ളി നമ്മളോട് ഇടപെടുമ്പം ഒരു വല്ലാത്തൊരു വാത്സല്യമാണ്. എനിക്കത് മനസ്സിലാകുന്നുണ്ട്. എനിക്ക് തീരാത്ത കടപ്പാടാണ്. രൗദ്രം ഒന്ന് ആലോചിച്ച് നോക്കും. എനിക്ക് ജലപാലൻ ക്യാരക്ടർ, പിന്നെ കിങ് ആൻഡ് ദ കമ്മീഷണർ, ഇത് പോരെ. ഞാൻ ഡയറക്റ്റ് ചെയ്തപ്പോൾ ഞാൻ രഞ്ജിയേട്ടനെ വിളിച്ചൊരു ക്യാരക്ടർ ചെയ്യാൻ ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹം എൻ്റെ വലിപ്പമോ ചെറുപ്പമൊന്നും നോക്കാതെ അദ്ദേഹം വന്ന് അഭിനയിച്ച് തന്നിട്ട് പോയി. അത് വലിയ മനസ്സല്ലേ. അപ്പോൾ ഈ എഴുതി വെക്കുമ്പോൾ ഒരു കരുതലുണ്ടെന്ന് തോന്നുന്നു, ജയനെ നോക്കിയിട്ട് ചെയ്യുന്ന അല്ലേ? രഞ്ജിയേട്ടൻ അത് വിളിക്കുമ്പോൾ തന്നെ അവർ ഭയങ്കര, പക്ഷേ ആ പടം കൊമേഴ്ഷ്യലി സക്സസ് ആയില്ല. അപ്പോൾ സക്സസ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ കരിയർ മാറുമായിരുന്നിരിക്കാം. ഷാജി കൈലാസും ഷാജിയേട്ടൻ ഭയങ്കര സ്നേഹമല്ലേ. ഞാനിപ്പോൾ തന്നെ ഈ നമ്മുടെ സിനിമാക്കാരുടെ സമരം ഉണ്ടായിരുന്നല്ലോ സെൻസർ ബോർഡിനെതിരെ, ഞാൻ അവിടെ നിന്ന് ഞാൻ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ഞാനൊന്നുമല്ല, അമ്മയുടെ ഒരു ഭാരവാഹിത്വം ഉള്ളതിൻ്റെ വിലയാണ് എനിക്കുള്ളത്, അല്ലാതെ ഞാൻ വലിയ താരമായിട്ടൊന്നുമല്ല. ഞാൻ പ്രസംഗിക്കുമ്പോൾ ഷാജിയേട്ടൻ ഇരുന്ന് കൈയടിക്കുക. ഞാൻ ആലോചിച്ച്, ദൈവമേ, ഞാൻ ആ കാല് തൊട്ട് മനസ്സുകൊണ്ട് നമസ്കരിച്ചു. കാരണം ഞാൻ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം, ഞാൻ ഗുരുവായിട്ട് കാണുന്ന ആൾ, അദ്ദേഹം ഇരുന്ന് കൈയടിക്കുക. ആ മനസ്സ് എത്ര വലുതാണ്. എനിക്കൊക്കെ ഉള്ള ഒരു വലിയ ഗുണപാഠമാണ് അവരുടെയൊക്കെ വിനയവും അവരുടെയൊക്കെ
ഏത് ചെറിയ ജീവിയെയും ബഹുമാനിക്കാൻ ഉള്ള മനസ്സ് വലുതല്ലേ. ഞാൻ അവരുടെ മുമ്പിൽ ഒന്നുമല്ല, കരടാണ്. എനിക്ക് വെച്ചാൽ കരടെന്ന് വെച്ചാൽ നെഗറ്റീവല്ല, അത്ര ചെറുതാണ് ഞാൻ. ഒരു പ്രാണിയുടെ അത്രയേ ഉള്ളൂ. എന്നെ പോലും മനസ്സിനെ സന്തോഷിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത കിങ് കമ്മീഷനിൽ ഈ കഥാപാത്രം അവതരിപ്പിക്കും എന്തെങ്കിലും സാധാരണ ഒരു രീതിയിൽ നിന്നുള്ള ഒരു അഭിനയമല്ല, അല്ല കുറച്ച് പാടുപെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പാടല്ല. അതാണ് ആ ക്രിയേറ്ററുടെ ഒരു പ്രത്യേക കഴിവ്. ഷാജിയേട്ടൻ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് മാനിച്ചു പോകുമ്പം രഞ്ജിയേട്ടൻ നമ്മുടെ കൂടെ നമ്മളെ ക്യാരക്ടറിലോട്ട് എത്തിക്കാനുണ്ട്. അതാണ് അവരുടെ ആ 2 പേര് ചേർന്നാണ്ടല്ലോ മാജിക്കാണ്. കാരണം ഒരാൾ ടെക്നിക്കൽ സൈഡ് ഏറ്റവും ബ്രില്യൻ ഷോട്ട്സ്, മറ്റേ ആൾ നമ്മളെ ആ ക്യാരക്ടർ അതിൻ്റെ മാക്സിമത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. അത് ശരിക്കും അതിൻ്റെ കുറേ പ്രസൻറ്റേഷനൊക്കെ ഞാൻ രഞ്ജിയേട്ടൻ ചെയ്തു തന്നത് കാണാതെ പഠിച്ചിട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്തത്. ഡയലോഗ് ഫുള്ള് കാണാൻ പഠിച്ചിട്ടാണ്. അത് അന്നും ഇന്നും ഇംഗ്ലീഷിൽ പറയുന്നതിൽ സ്വാധീനമൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ. അല്ല, അദ്ദേഹം എങ്ങനെ റെൻഡർ ചെയ്യണം. കാരണം ഈ ഇംഗ്ലീഷ് ഞാൻ ലിറ്ററേച്ചർ പഠിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് ഒരു പ്രോബ്ലം അല്ല. എനിക്ക് എത്ര വേണേ നമുക്ക് ഇംഗ്ലീഷിൽ, അത് അമ്മ തന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം, അത്രേ പറയുള്ളൂ. പക്ഷേ ഇത് ചില സാധനങ്ങൾ നമുക്ക് പഞ്ചോടുകൂടി പറയേണ്ടതായിട്ടുണ്ട്. ചിലതിൻ്റെ യൂസേജ്, ചില നോർത്ത് ഇന്ത്യൻ സ്ലാങ് പിടിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു നോർത്ത് ഇന്ത്യൻ ലീഡറായിട്ട് രാമൻ മാധവൻ അവിടെ പ്രൈം മിനിസ്റ്റർ ആകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിനകത്തൊക്കെ പുള്ളിയുടെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണ്, വളരെ വളരെ വലുതാണ്. ഏതെങ്കിലും ഒരു ഡയലോഗ് ഒന്ന് പെട്ടെന്ന് ഓർക്കാമെങ്കിൽ പറയാം. ഐ നോ ഹൗ ഫാർ ആൻഡ് ഹൗ ഡീപ്പ് യു ഹാവ് പെനിട്രേറ്റഡ്. ഈ മമ്മൂക്കേൻ്റെ അതിൽ ഞാൻ ആണ് പറയുന്നത്, ഐ നോ ഹൗ ഫാർ ആൻഡ് ഹൗ ഡീപ്പ് യു ഹാവ് പെനിട്രേറ്റഡ്. കാരണം ഞാൻ എൻ്റെ രഞ്ജിയേട്ടൻ പറഞ്ഞ കണ്ണ് പോരാ. ഐ നോ ഹൗ ഫാർ ആൻഡ് ഹൗ ഡീപ്പ് യു ഹാവ് പെനിട്രേറ്റഡ്. ഈ സാധനം കാരണം അതിനകത്തൊരു കമാൻഡിങ്ങിന്റെ ഒരു കമാൻഡ്, I know how far and how deep you have penetrated. അപ്പം ഞാൻ ചിന്തിച്ചത്, ഞാൻ ആദ്യം പറഞ്ഞതും നമ്മൾ കണ്ണിൽ പവർ കൊടുത്തിട്ട്, പക്ഷേ ഈ സാധനത്തിൽ അതുപോലെ ചിരികളുണ്ട്. ഞാൻ ഇതാണ് എൻ്റെ ചിരി. പക്ഷെ രഞ്ജിയേട്ടൻ വന്നിട്ട് ഒരു അതിനകത്ത് ഓരോ റെൻഡറിങ്, എനിക്ക് ആ സീൻ ഇപ്പോഴും നല്ല ഓർമ്മയാണ്. പുള്ളിയുടെ ഭീകര ഇൻവോൾവ്. ഡബിങ്ങിന് പിന്നെ പുള്ളിയല്ലേ ഇരിക്കുന്നത്. ജലപാലനും അങ്ങനെ ഒരു കഥാപാത്രം. ജലപാലൻ അത് നമ്മൾ സ്ഥിരം സംസാരിക്കുന്ന ഒരു ടോൺ അല്ലല്ലോ. നമ്മൾ പണ്ട് കൊച്ചിയിലെ അല്ലേ, അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരേ ക്ലാസ്മേറ്റ്സാ. ഒരേ ക്ലാസ്മേറ്റ്സാ. നമുക്ക് പറയും ഇത് സാധനമൊക്കെ ഉണ്ടല്ലേ, ഇതേ ബെൽറ്റ് ബോംബിൻ്റെ ആളുകളാ, അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് വന്നവർ കാച്ചിക്കളയും. പിന്നെ ആ ഡയലോഗ് നടന്ന് തിരിച്ച് പറയും. ഇതൊക്കെ 2008 പറഞ്ഞ ഡയലോഗ് ഉണ്ടോ, 17 വർഷം മുമ്പ് പറഞ്ഞതാ. മനസ്സിൽ അത് പിന്നെ അത് പഠിച്ചതല്ലേ, മറക്കത്തില്ലല്ലോ. ഏറ്റവും നെഞ്ചിൽ ചേർത്ത് വെക്കുന്ന കഥാപാത്രങ്ങൾ ഏതായിരിക്കും? ഈസി ആയിട്ട് ഞാൻ ചെയ്തൊരു കഥാപാത്രം എന്ന് വെച്ചാൽ, എനിക്ക് ഞാനായിട്ട് നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രം. ഞാൻ പലപ്പോഴും ഞാൻ ചെയ്തിട്ടുള്ള പോലത്തെ ക്യാരക്ടേഴ്സിൽ ഞാൻ ഉള്ളതിനെക്കാട്ടി എനിക്ക് കംഫർട്ടബിൾ, എനിക്കിപ്പോൾ ഇതുപോലെ ഇരുന്ന് ഈ ബ്യൂട്ടിഫുൾ എന്നൊരു സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. VKPയുടെ പടമാണ്. എനിക്ക് ആ കരുണേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഈ ജയസൂര്യ ചുവന്നുകൊണ്ട് നടക്കുന്നൊരു, എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം നമ്മൾ ഈ തിരുവനന്തപുരം ഭാഷ പറഞ്ഞാൽ കോന അടിക്കുക എന്നൊക്കെ പറയും. ചുമ്മാ ഇരുന്നിട്ട് എന്ത് വേണം, വേറെ പണിയൊന്നും ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുന്ന ഇന്നത്തെ ന്യൂജൻ്റെ ഒരു ടൈപ്പ്, അന്ന് പുള്ളി റിയലിസ്റ്റിക് വേർഷൻ. അപ്പോൾ ഞാൻ ഒരുപാട് എൻജോയ്, ഈ പടങ്ങൾ ഒഴിച്ചാൽ എനിക്ക് ആ പടമൊക്കെ ഞാൻ ഭയങ്കര കംഫർട്ടബിളായിട്ട്, ആ പടം മനസ്സിൽ അനൂപ് എഴുതി VKP ഡയറക്റ്റ് ചെയ്ത ബ്യൂട്ടിഫുൾ പടം, അത് ഭയങ്കര ഹിറ്റുമായിരുന്നു. എന്നെ ജോഷി സാറ് ഫോൺ ചെയ്തിട്ട്, എടാ നീ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം അത് അപ്രീസിയേഷൻ ഒന്നും ഞാൻ ഒരിക്കലും, തൃശ്ശൂർ ഞാൻ എവിടെയോ നിൽക്കുന്ന സമയത്താണ് ബ്യൂട്ടിഫുൾ ആകുക. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ കണ്ടു ബ്യൂട്ടിഫുൾ കണ്ടു കേട്ടോ, നീ നന്നായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിൻ്റെ പ്രസൻറ്റേഷൻ കേട്ടോ എന്ന്. പക്ഷെ പിന്നെ അതുപോലത്തെ കഥാപാത്രങ്ങൾ വന്നില്ല. അല്ല, അതാ ഞാൻ ചോദിക്കാൻ വന്നത്. ഇത്രയും നല്ല വേഷങ്ങൾ നമ്മുടെ ഒരു റെഫറൻസിന് വേണമെങ്കിൽ വേണമെങ്കിൽ നോക്കാൻ വേണ്ടി നമ്മൾ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ജയൻ്റെ തൃപ്തി വരുന്ന അല്ലെങ്കിൽ ആ ഇത്തരത്തിലുള്ള ഗൗരവമുള്ള കഥാപാത്രങ്ങൾ തേടി വന്നിട്ടില്ല എന്നുള്ളൊരു വിഷമമുണ്ടോ? വിഷമം തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ. കാരണം ഇത് സ്വപ്നവുമായിട്ട് സിനിമ മാത്രം ആഗ്രഹമായിട്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. ഏറ്റവും ജീവിതത്തിലെ വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുള്ളൂ, എനിക്ക് സിനിമ അഭിനയിക്കുക തന്നെയാണ്. അതിനകത്ത് ഈ പൊളിറ്റിക്സും മറ്റ് സ്ഥാനമാനങ്ങളൊക്കെ സെക്കൻഡറിയാണ്. നമുക്കൊരു നല്ല വേഷം, നല്ല സിനിമ കിട്ടുമെന്ന് കേട്ടാൽ ഐ എം റെഡി ടു കോംപ്രമൈസ്. ഞാൻ നല്ല വേഷം കിട്ടാൻ മരിക്കാനും തയ്യാറാണെന്ന് തമാശക്ക് പറയുന്ന പോലെ അത് സത്യമാണ്. പക്ഷേ വിഷമമുണ്ട്. അത് പലപ്പോഴും ആരോടും പുറത്ത് പറയാറില്ല. അത് ഇൻഎഫക്റ്റ് എൻ്റെ കഴിവുകേട് തന്നെ ആയിരിക്കാം. ഞാനിപ്പം മനസ്സിലാക്കുന്നത്, ഇന്നത്തെ ഒരു സിനിമയുടെ ഭാഗമാകാൻ നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണം.
പണ്ട് നമ്മൾ ചാൻസ് ചോദിച്ചു പോയി സിനിമ ചാൻസ് ഇപ്പം ചാൻസ് ചോദിപ്പില്ലല്ലോ. ഇപ്പം നമ്മൾ തന്നെ പടം ഉണ്ടാക്കി നമ്മൾ തന്നെ അഭിനയിച്ച് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക, അങ്ങനെയാണ് ക്ലിക്കാവുന്നത്. അപ്പോൾ അതിൻ്റെ ചില നീക്കങ്ങളാണ് ഇപ്പം നമ്മൾ പ്ലാൻ അതിന്റെ ചെയ്തത്. ഭാഗമായിട്ടാണോ ഈ സംവിധാനം ചെയ്തത്? അല്ല, അത് യാദൃശ്ചികമായിട്ട് സംഭവിച്ചത്. ഞാൻ സിനിമ സംവിധാനം ചെയ്യാനിരുന്ന സിനിമ ഞാനും ജിനോയ് എന്ന് പറയുന്ന ഒരു ഹിന്ദുവിൻ്റെ പത്രാധിപനും ജേർണലിസ്റ്റും കൂടെ ചേർന്ന് ഞങ്ങൾ ഒരു സൈക്കോ ത്രില്ലറായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അതിൽ ഞാൻ അഭിനയിക്കുന്നുമില്ല. അതിൽ നമ്മൾ മനസ്സിൽ കണ്ട ക്യാരക്ടേഴ്സ് ഒന്നില്ലേ വിനായകൻ, അല്ലെങ്കിൽ നമ്മുടെ മണികണ്ഠനാചാരിയില്ലേ. അപ്പം ഇവർ രണ്ടുപേരില്ല, കാരണം ഒരു ഡാർക്ക് കോംപ്ലക്ഷനുള്ള, അല്ലെങ്കിൽ പിന്നെ ജോജുവിനെ പോലെ ഒരാൾക്ക് ചെയ്യാൻ പറ്റും. കാരണം കുറച്ച് ഫിസിക്കൽ ഫിറ്റ്നസ് കുറഞ്ഞ എനിക്ക് പിന്നെ സ്റ്റാർഡം ഉണ്ടായി ചെയ്യായിരുന്നു, അല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു ആളുടെ വേഷം ഒരു ഇന്ദ്രൻ സേട്ടനെ പോലത്തെ ഒരാൾ, ഒരു കായലിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു തുരുത്തിൽ നടക്കുന്ന തുരുത്തെന്നായിരുന്നു മനസ്സിൽ. അപ്പോൾ ആ സബ്ജക്റ്റിൻ്റെ സ്ക്രിപ്റ്റ് ഇവിടെ അപ്പുറത്ത് ഗവൺമെൻറ് റിസോർട്ടിലിരുന്ന് ഞങ്ങൾ ഞാനും ജിനോയും കൂടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അഭിനയിക്കാൻ 50,000 രൂപ അഡ്വാൻസ് വാങ്ങിച്ചൊരു പടമാണ് ഞാനിപ്പോൾ ഡയറക്റ്റ് ചെയ്ത പടം. അപ്പോൾ അതിലിട്ടില്ല പേര് അവർ പലരിട്ടു, എന്താ നീലപ്പപ്പായ, കിറ്റ്കാറ്റ്. പക്ഷേ എനിക്ക് ആദ്യം തൊട്ട് ഈ പടം എൻ്റെ മനസ്സിൽ ഉള്ളൊരു പേര് ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നാണ് ഞാൻ മനസ്സിൽ കണ്ടിരിക്കുന്നത്. കാരണം ആ പേരിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട് ആ സിനിമയുമായിട്ട്. അപ്പം ഞാൻ ലൈഫ് എന്ന് വലുത് എഴുതി താഴെ ആഫ്റ്റർ ഡെത്ത് എന്ന് എഴുതിയിട്ട് പേരാണ് മനസ്സിൽ കണ്ടിരുന്നത്. ഞാൻ അതിലോട്ട് എത്തിപ്പെട്ടതാണ്. വേറൊരാൾ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി വേറൊരാൾ എഴുതിയ സ്ക്രിപ്റ്റ് അതിൽ ഞാൻ അഭിനയിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അവസാനം സുപ്രഭാതത്തിൽ ഞാൻ ഇത് ഡയറക്റ്റ് ചെയ്യണം, ഡയറക്ടർ മാറുകയാണ്. ഡയറക്ടർ തന്നെ എന്നോട് ചേട്ടാ ഒന്ന് ഡയറക്റ്റ് ചെയ്യണം. അപ്പം പിന്നെ അത് കുറച്ച് സ്ക്രിപ്റ്റ് വർക്കൊക്കെ പിന്നെയും തിരുത്തണ്ടിയൊക്കെ വന്നു, എഴുതാൻ വേറെ 2 പേരെ കൂടെ വെച്ചു. മൊത്തത്തിൽ അങ്ങനെ ഞാൻ ഡയറക്ഷനിലോട്ട് എത്തിപ്പെട്ടാണ്. അപ്പോൾ അതിൽ ഒരു കണ്ടീഷനെ അതിൻ്റെ ഡിസൈനർ ബെൻസി അടൂര ഒരു കണ്ടീഷനുണ്ട്, ചേട്ടൻ അഭിനയിക്കരുത്, ഡയറക്ഷൻ മാത്രമേ ചെയ്യാവുള്ളൂ. ഞാൻ അഭിനയിച്ചില്ല. അപ്പോൾ അതിനകത്ത് പിന്നെ ഇന്ദ്രൻ സേട്ടൻ, ഉർവശി ചേച്ചി, ഷമ്മി തിലകൻ, ജോണി ആൻ്റണി, രഞ്ജി ഏട്ടന്, പിന്നെ ഒരു പിവട്ടൽ ക്യാരക്ടർ നമ്മുടെ കൽപ്പന ചേച്ചിയുടെ, മരിച്ചുപോയ കൽപ്പന ചേച്ചിയുടെ മോളാണ്. ഒരു ത്രില്ലറാണത്. അതപ്പം പക്ഷേ ആ സിനിമയുടെ ഒരു അവസ്ഥ പോലെ തന്നെ അതിൻ്റെ ഷൂട്ടിങ് ഫുള്ള് പാക്കപ്പായി. ഒരു ദിവസത്തെ പാച്ച് വേണം, പക്ഷേ പാക്കപ്പ് ചെയ്തു സിനിമ. കാരണം അവിടെ അടൂരാണ് ഷൂട്ട് ചെയ്യണം, അവിടെ ചെയ്യാൻ ഉള്ളതല്ല, മെട്രോ സിറ്റിയിൽ എവിടെയെങ്കിലും ഒരു പാസിങ് എടുക്കണമായിരുന്നു. പാക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ പ്രൊഡ്യൂസർ മരണപ്പെടുകയുണ്ടായി. അപ്പം അതവിടെ അങ്ങ് നിൽക്കുക. തിയേറ്ററിലേക്ക് കൊണ്ടുവരും, എന്നായാലും തിയേറ്ററിലോട്ട് എത്തും കുറച്ച്, കാരണം ഷൂട്ട് കഴിഞ്ഞതാണ്. ബാക്കി കുറച്ച് പൈസകളൂടെ ആവശ്യമുണ്ട്. അതിൻ്റെ എല്ലാ പവിത്രതയോടുകൂടിയും അതിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളോടുകൂടി മുന്നോട്ട് പോട്ടെ, അത്രയേ ഉള്ളൂ. തെറ്റ് ചെയ്യിക്കരുതേ ഭഗവാനെ, ആരെയും വേദനിപ്പിക്കേണ്ടി വരരുതേ ഭഗവാനെ, നല്ലത് ചെയ്യാൻ പറ്റണേ. ഈ 3 പ്രാർത്ഥന എന്നും രാവിലെ എഴുന്നേറ്റ് കിടക്കലിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെ ഗുണമുണ്ടെന്ന് തോന്നുന്നു. കാരണം എനിക്ക് മണ്ടത്തരങ്ങൾ പറ്റുന്നത് കുറയുന്നതായിട്ട് എനിക്കൊരു തോന്നല. അറിയില്ല എന്തായാലും അങ്ങനെ ഒരു തോന്നല. അത് ആ മണ്ടത്തരങ്ങൾ കുറഞ്ഞു അതെ, മരണം ആകുമ്പോഴേക്ക്, അവസാനം ആകുമ്പോഴേക്ക് മണ്ടത്തരം ഇല്ലാത്തൊരാളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയിലൊപ്പം ചേരുന്നു. എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്രയേ ഉള്ളൂ. താങ്ക് യു.